നമ്മുടെ മീഡിയ വൺ ഒരു യാത്ര പോവുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, അങ്ങ് ഹിമാലയം വരെ പോവാണ്. ഈ കുട്ടികളൊക്കെയാണ് മീഡിയ വണ്ണിൻ്റെ ഇത്തവണത്തെ യാത്രയിൽ ഒരുമിച്ച് കൂടുന്നത്. നമ്മുടെ മുജീബിക്കാണ് ഇവരെയൊക്കെ ഹിമാലയം വരെ കൊണ്ടുപോകാൻ പോകുന്നത് മുജീബിക്കാണ്. അപ്പോൾ ഇത്രയും കുട്ടികളുടെ കൂടെ, കൗമാരക്കാരുടെ കൂടെയാണ് യാത്ര. എന്താണ് ഇപ്പോൾ നമ്മൾ ഒരു വലിയ ടീമുണ്ട്, ഒരു 25 അംഗ സംഘമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ ഒരു വെക്കേഷൻ കാലത്ത് അവർക്ക് ഉത്തരേന്ത്യയിലെ ഗ്രാമീണ ജീവിതങ്ങൾ, അതിൻ്റെ ചരിത്രം, അതോടൊപ്പം തന്നെ ഭൂപ്രകൃതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നേരിട്ട് അറിയാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ നല്ലൊരു ടീമാണ്, വളരെ എക്സൈറ്റഡ് ആണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വെക്കേഷൻ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു യാത്ര വരുന്നത്. അവർ പൂർണ്ണമായിട്ട് അത് എൻജോയ് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ ഈ യാത്രയുടെ പേര് സമ്മർ ടീൻ പാക്കിംഗ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പേരിലേക്ക് എത്തി. ടീനേജേഴ്സിനെ കൊണ്ട് തന്നെയാണ് യാത്ര പോകുന്നത്. അതെ, സമ്മർ ടീൻ പാക്കിംഗ് എന്നാണ് ഈ യാത്രയുടെ പേര് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ഡൽഹിയുടെ ഒരു ചരിത്ര പ്രദേശങ്ങൾ കാണുന്നുണ്ട്, ആഗ്ര പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ കസോൾ, കുളു, മണാലി എന്നിങ്ങനെ ഹിമാചൽ പ്രദേശിലെ ഹിമാലയ താഴ്വാരത്തു കൂടിയുള്ളൊരു യാത്ര കൂടിയാണിത്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എല്ലാ അർത്ഥത്തിലും അതിനെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതെ, ഒരു നല്ല ടീം ലീഡറുണ്ട്. പിന്നെ ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടാണ് മിക്കവാറും എല്ലാവരും ഉള്ളത്. അപ്പോൾ ഈ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേ ഒരു യാത്ര കൂടിയാണ് ഇവർ പ്രിപ്പയർ ആയിരിക്കുന്നത്. പോയിട്ടുണ്ട് ഇതിനു മുന്നേ യാത്ര പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പോയിട്ടില്ല. ഇതിനു മുന്നേ വേറെ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ടീം ഇവരൊപ്പം ഇങ്ങനെ എൻ്റെ പ്രായക്കാരൊപ്പം ആദ്യമായിട്ടാണ്. ഇതിൽ അറിയുന്ന ആൾക്കാരുണ്ടോ മുന്നേ? എൻ്റെ 2 സിസ്റ്ററും ഒരു കസിനും ഓരെന്നുള്ളൂ. ഇവരൊക്കെ പുതിയതാ. ഇതിൽ മിക്കവാറും ആളുകൾ ആദ്യമായിട്ടാണ് പരസ്പരം കാണുന്നത്. അറിയാത്ത ആൾക്കാരാണ്. ഇതിലൊക്കെ എല്ലാവരും അറിയുന്ന ആൾക്കാരാണോ? ഒരു 3 പേരുണ്ട് അറിയുന്നത്. ബാക്കി എല്ലാവരെയും ഇനി അറിയും. പുതിയ പുതിയ കഥകളും അനുഭവങ്ങളൊക്കെ ഉണ്ടായി എല്ലാവരെയും അറിഞ്ഞു വരും. സ്ഥലങ്ങളൊക്കെ അടിപൊളിയാക്കും. 10 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നൊരു യാത്രയും കൂടിയാണ്. ഇതുവരെ ഇങ്ങനെ ഒരു വലിയൊരു യാത്രയ്ക്ക് പോയിട്ടുണ്ടോ? ഇല്ല, കൂടിപ്പോയ ഒരു 3 ദിവസമൊക്കെ പോയിട്ടുള്ളൂ. ഇനിയൊരു പുതിയ അനുഭവമായിരിക്കും. ഇനി ഇതുപോലെ യാത്രകൾ പോകാനൊക്കെ താല്പര്യമുണ്ട്. ഈ ഹിമാലയം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് മീഡിയ വണ്ണിൻ്റെ കൂടി ഒരു യാത്ര പോകുന്നത്. അപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? എന്തൊക്കെയാണ്? വളരെ എന്താ പ്രതീക്ഷിക്കാൻ അറിയില്ല. എല്ലാവരെയും ഫ്രണ്ട്സ് ആക്കുക, അവിടെ പോയി അടിച്ചു പൊളിക്കാൻ തന്നെയാണ്. ഒരുപാട് കൂട്ടുകാരുണ്ട്. 25 പേരാണ് നിങ്ങൾ യാത്ര പോകുന്നത്. അതെ, എനിക്കറിയാവുന്ന ഇപ്പോൾ 2 ആളുള്ളൂ. ഇനി ബാക്കി എല്ലാവരെയും പരിചയപ്പെടണം, ഓരോടി കമ്പനി ആവണം. അതുതന്നെയാണ്. ഇതിൽ പരസ്പരം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇനി ഉള്ള 10 ദിവസങ്ങൾ ഇവർക്ക് പരസ്പരം അറിയാനും, ഇവരെ പരസ്പരം അറിയാൻ മാത്രമല്ല ഇന്ത്യയെ അറിയാനും, അതൊരു പ്രകൃതി അല്ലെങ്കിൽ അവരുടെ ഇന്ത്യയുടെ ഒരു പൈതൃകം കൂടി അനുഭവിച്ച് അല്ലെങ്കിൽ ആസ്വദിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു 10 ദിവസമാണ് ഇവരുടെ മുന്നിലുള്ളത്. അതിനിടയിൽ മനോഹരമായ ട്രെയിൻ യാത്രയുണ്ട്. അതുകൂടാതെ തന്നെ ബസ്സിലായിരിക്കും, ബാക്കി ഡൽഹിയിൽ നിന്ന് അങ്ങോട്ട് ബസ്സിലായിരിക്കും ഇവരുടെ യാത്രയൊക്കെ. എന്തായാലും 10 ദിവസം ഇവർ എല്ലാവരും കൂടി ഹിമാലയത്തിൽ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാനുള്ളൊരു പരിപാടി തന്നെയാണ്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ദൃശ്യ, പുതിയ മീഡിയ വൺ, കോഴിക്കോട്.